വെൽക്കം ടു കുക്കിംഗ് റേഷ്. കുക്കിംഗ് റേഷിൽ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവർ ബാസ്ക്കറ്റാണ്. ഫ്ലവർ ബാസ്ക്കറ്റിന് നമുക്ക് ഫ്ലവറും വേണം, ബാസ്ക്കറ്റും വേണം, അതിനുള്ള ഫില്ലിങ്ങും വേണം. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഫ്ലവർ ബാസ്ക്കറ്റിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. വെജിറ്റബിൾസ് എല്ലാം ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1/2 കപ്പ് കുക്കുംബർ, പിന്നെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ ഇല്ലെങ്കിൽ സാധാ കോൺ വാങ്ങിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അതിൽ ഇളയത് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം. പിന്നെ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം. എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ഉള്ളതുകൊണ്ട് ഞാൻ ഗ്രീൻ കളറേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ അടുത്ത് റെഡോ യെല്ലോ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്വീറ്റ് കോണും ക്യാപ്സിക്കം ഒന്നും ഇല്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. ഉള്ള വെജിറ്റബിൾസ് മാത്രം എടുത്തിട്ട് ഫില്ലിംഗ് ഉണ്ടാക്കിയാലും മതി. ഇനി ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ എരിവിന് വേണ്ടി പെപ്പറാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ ചേർക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ട ലെമൺ ജ്യൂസാണ്. ഞാനൊരു ചെറുനാരങ്ങയുടെ 1/2 പീസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ലാസ്റ്റ് ചേർക്കേണ്ടത് മയോണൈസാണ്. ഒരു 4-5 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർക്കുക. ഇനി മയോണൈസ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യുക. ഇനി വെജിറ്റബിൾസ് മയോണൈസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് ഫ്ലവറിന് വേണ്ട ഫില്ലിംഗ് ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴേ അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ മതി, ഓവറായിട്ട് വേണ്ട. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 കപ്പ് സവാള ചേർക്കാം. സവാള ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു സവാളയെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓനിയൻ ചേർക്കാം. ഇനി സ്പ്രിംഗ് ഓനിയൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി കുരുമുളക് പൊടി ഇല്ലാത്തവർക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഒറിഗാനോ 1 ടീസ്പൂണ്. ഇനി ഒറിഗാനോ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഒരു 1/2 കപ്പ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്തത്. ചിക്കൻ ഞാൻ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്യുമ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് രണ്ടും റെഡിയായി കഴിഞ്ഞു. ഇനി വേണ്ടത് ഫ്ലവറിനും ബാസ്ക്കറ്റിനും വേണ്ട മാവാണ്. മാവ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ്. അപ്പോൾ നിങ്ങളുടെ ഉണ്ടാക്കിയ ഫില്ലിങ് കൂടുതലാണെങ്കിൽ മൈദയുടെ അളവും കൂട്ടണം. ഇനിയിപ്പോൾ മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഒരു 4 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇനി സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞു. ഇനി കുറേശ്ശെ വെള്ളം ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യാനുസരണം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ മൈദ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി കുഴച്ച് വെച്ച മാവ് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് പൂരിക്ക് പരത്തുന്ന പോലെ തന്നെ ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുക. പരത്തിയതിന് ശേഷം ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ഷീറ്റ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഷീറ്റ് വെച്ച് കൊടുക്കാം. ഷീറ്റ് വെക്കുന്ന സമയത്ത് എല്ലാ സൈഡും
ഒരേ ലെവലിലാക്കി വേണം വയ്ക്കാൻ. അപ്പം എല്ലാ സൈഡും ലെവലായി. ഇനി ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഓരോ സൈഡായിട്ട് ഒരേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അധികം ഒന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഗ്ലാസ്സിനോട് ചേർത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിൽ നിന്ന് വേറിട്ട് കിട്ടില്ല. ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ആ എണ്ണയിലോട്ട് ഗ്ലാസ് ഇറക്കി വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഗ്ലാസ്സിൽ നിന്ന് നമ്മുടെ ബാസ്ക്കറ്റ് വേറിട്ട് വരും. ഒരു ലോ ഫ്ലെയിമിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഗ്ലാസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഗ്ലാസ് പെട്ടെന്ന് എടുക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശം കൂടെ ഒന്ന് ഫ്രൈ ആവണം. അതിനൊരു സ്റ്റിക്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഉൾവശം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ഏകദേശം എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാസ്ക്കറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഫ്ലവർ ഉണ്ടാക്കണം. ഫ്ലവർ ഉണ്ടാക്കാൻ ഇതുപോലത്തെ 3 സൈസിലുള്ള കപ്പാണ് വേണ്ടത്. ഓരോ കപ്പും നമ്മൾ പരത്തി വെച്ചിട്ട് ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ 3 സൈസിലുള്ള ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 3 സൈസിലുള്ള ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് ഒരു വലിയ ഷീറ്റ് വയ്ക്കുക. ആ ഷീറ്റിൻ്റെ സെൻട്രലായിട്ട് രണ്ടാമത്തെ ഷീറ്റ് വെച്ചിട്ട് രണ്ടാമത്തെ ഷീറ്റിൻ്റെ സെൻട്രലായിട്ട് മൂന്നാമത്തെ ഷീറ്റും വയ്ക്കുക. ഇതുപോലെ നിങ്ങൾ 3 ഷീറ്റും അറേഞ്ച് ചെയ്യുക. നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ നീളത്തിൽ വെച്ച് കൊടുത്താൽ മതി. സെൻട്രൽ മാത്രമായിട്ടേ വയ്ക്കാവൂ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സെൻട്രലായിട്ട്. അതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡിനോട് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചതിൻ്റെ സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്യാം. ഫില്ലിങ് പുറത്ത് വരാതിരിക്കാനാണ്. അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഷീറ്റിൻ്റെ സൈഡും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് വേറിട്ട് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ടൊന്ന് റോൾ ചെയ്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ മൊത്തമായിട്ട് റോൾ ചെയ്ത് വരുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ റോസിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഒന്ന് സൈഡെല്ലാം ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ റോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നേരത്തെ ബാസ്ക്കറ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അതേ ഓയിലിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ റോസിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലവറിൻ്റെ എല്ലാ സൈഡും ഫ്രൈ കഴിഞ്ഞതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഫ്ലവർ ബാസ്ക്കറ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണം. ഞാനൊരു ട്രേയിലാണ് ഇത് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാസ്ക്കറ്റ് വെച്ചു. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഫില്ലിങ് അത് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നിറച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്ലവർ വെച്ച് കൊടുക്കുക. ഫില്ലിൻ്റെ മുകളിലായിട്ട് ഫ്ലവർ വെച്ച് കൊടുക്കുക. ഫ്ലവർ വെച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ പുതിനയിലോ സെല്ലറി ലീവ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവർ ബാസ്ക്കറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇത് കാണാൻ നല്ല കളർഫുള്ളാണ്, അതുപോലെ കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങൾ തീർച്ചയായും വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.